ഹലോ നമസ്കാരം. ഞാൻ ജിബിൻ ബാബു. ആലുവ കഷ്ണങ്ങൾ പോലെ 22 പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്, അതും 20% വിലക്കുറവിൽ. അതിനു മുന്നേ ഒരു കാര്യം, നിങ്ങളുടെ വീടോ വണ്ടികളോ സ്ഥലങ്ങളോ അങ്ങനെ വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെന്തും ഇതുപോലെ വീഡിയോ ആയി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ചെറിയൊരു ചെലവിൽ അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഇനി നമുക്ക് പോകാം വീഡിയോയിലേക്ക്. തൃശൂർ പട്ടിക്കാട് പീച്ചി വിലങ്ങന്നൂർ സെന്ററിന് തൊട്ടടുത്താണ് നമ്മൾ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞ അലുവ കഷ്ണങ്ങൾ പോലെയുള്ള 22 പ്ലോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. വിലങ്ങന്നൂരിനെ കുറിച്ച് പറയുമ്പോൾ പറയാനായി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒറ്റയടിക്ക് എനിക്ക് ധൈര്യമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വിലങ്ങന്നൂര് വളർച്ചയുടെ കൊടുമുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെന്ററാണ് എന്നുള്ളത്. അത്രയ്ക്കധികം സൗകര്യങ്ങളാണ് വിലങ്ങന്നൂർ സെന്ററിൽ ഇപ്പോൾ തന്നെ ഉള്ളത്. ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടിയിലേക്ക് വെലങ്ങന്നൂർ സെന്ററിൽ നിന്നും 2 റോഡുകളാണ് വരുന്നത്. അതിൽ ഒരു റോഡിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 റോഡും ടാറിംഗ് റോഡാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വീഡിയോയുടെ അവസാനം 2ാമത്തെ റോഡും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. വളരെ മനോഹരമായ ഗംഭീരവുമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ ഇതിപ്പോ കാണാൻ പോകുന്നത്. നമുക്ക് ഈ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് പറഞ്ഞു തരുന്നത് പ്രോപ്പർട്ടിയുടെ ഉടമ. ഈ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ നിയമിച്ചിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹമാണ് നമുക്ക് എല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാം. ചേട്ടാ, നമ്മളപ്പോ ഈ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ? എത്ര പ്ലോട്ടാണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇത് നമുക്ക് 22 പ്ലോട്ടായിട്ടാണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. 22 പ്ലോട്ട് അല്ലേ? 1.25 ഏക്കർ സ്ഥലമുണ്ട്. 22 പ്ലോട്ട്. വഴി 5 മീറ്റർ വഴിയിട്ടുണ്ട്. GSB ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇനി ടാർ ചെയ്യാനുള്ള അടുത്ത നടപടിയിലേക്ക് പോകും. പിന്നെ ഇവിടുത്തെ ഈ പ്ലോട്ടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത, ഒരു വീട് വെക്കേണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കി ഈ സ്ഥലത്തേക്ക് നോക്കൂ. ഞാൻ കണ്ടു, നല്ല അടിപൊളി പ്ലോട്ട്. തറ പണിയാനായിട്ട് വെറുതെ ഒരു ഹിറ്റാച്ചി കൊണ്ടു ചുമ്മാ ഒന്ന് മാന്തിയിട്ടിട്ടാൽ മതി. 1 രൂപ എക്സ്ട്രാ ചെലവില്ലാത്ത, കല്ലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രദേശം. വളരെ നിസ്സാര ചെലവില് ഫൗണ്ടേഷന്റെ പണികൾ തീരും. അപ്പൊ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇവിടെ ചെയ്യാനും പറ്റും. പിന്നെ ഇവിടത്തെ സംബന്ധിച്ച് വെലങ്ങന്നൂർ സെന്ററിനെ കുറിച്ച് ആരും പറയേണ്ട കാര്യമില്ല. ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥലം. അത് ശരി, നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഏറ്റവും ഇനി ഡെവലപ്പായി വരുന്നത് വെലങ്ങന്നൂർ തന്നെയാണ്. മലയോര ഹൈവേ വരുന്നു. പിന്നെ അതുപോലെ തന്നെ ബീച്ചില് ഡാം ഡെവലപ്പ് ചെയ്ത് വരുന്നു. ബാങ്ക്, ഹോസ്പിറ്റല്, എല്ലാ ആരാധനാലയങ്ങളും ഇത്രയും സൗകര്യങ്ങളോടുകൂടി, പിന്നെ താമസിക്കാൻ ഇത്രയും നല്ലൊരു ഏരിയ. നമ്മൾ ഈ നാട്ടുകാരൻ തന്നെയല്ലേ, ജനിച്ചു വളർന്നിട്ട ആളുകൾ. അപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഇത്രയും എന്താ പറയാ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. അത് സത്യം പറഞ്ഞ ചേട്ടൻ പറഞ്ഞു തന്നെയാണ്. നല്ലൊരു സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലും ഇവിടേക്ക് തന്നെ വന്ന് ചേക്കേറുണ്ടെന്ന് തന്നെയാണ് എന്റെ ഒരു അറിവ്. ഇവിടുത്തെ പുരയിടാണ്. എക്സാക്ട്ലി ഇത് പുരയിടാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് പുരയിടം ഒരു സ്ഥലം ഇതുപോലത്തെ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം കിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നമ്മൾ വലിയ വിലയൊന്നും പറയുന്നില്ല. ഇനി ഞാൻ അതാ ചോദിക്കാൻ പറഞ്ഞത്, വില എങ്ങനെയാണ് ഇതിന്റെ റേറ്റുകൾ? കുറച്ച് ഓഫറുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഓഫറുണ്ട്. നമുക്ക് എന്താ പറയാ, ഇത് തീരെടുക്കുന്നതിനനുസരിച്ച് നമുക്കൊരു ഈ മാസം തന്നെ തീരെടുക്കുന്നവരാണെങ്കിൽ നമുക്കൊരു 20% വരെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. 20% കൊടുക്കാം. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഇതിലിപ്പോ 2.5 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 1.25 മുതൽ 1.25 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമുക്ക് 20% ഒക്കെ നമുക്ക് ഉടൻ തീറൊക്കെ അങ്ങനെയുള്ള കണ്ടീഷൻ പിന്നെയും കുറയാണ്. 20%. തീർച്ചയായും ആളുകളെ സംബന്ധിച്ച് ബൈയിങ് കപ്പാസിറ്റി കുറഞ്ഞു. നമ്മൾ വലിയ വില പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കും വലിയ കൂടുതൽ വലിയ വിലക്ക് കിട്ടണമെന്ന് വലിയ ആഗ്രഹമില്ല. മിനിമം ഒരു ലെവലില് കാര്യങ്ങൾ നടന്നു പോകണം, എല്ലാവരുടെയും കാര്യങ്ങൾ നടന്നു പോകണം. അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നല്ലൊരു സൗകര്യമുള്ള ഒരു പ്ലോട്ടായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോ അറിയാം, അത്യാവശ്യം നല്ല സ്ഥലം തന്നെ. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞാൽ തെറ്റുള്ളൊന്നുമില്ല. പക്ഷെ ഇത്തരം റേറ്റ് പിന്നെ 20% കുറയുമെന്ന് പറയുമ്പോഴാണ് നമുക്കൊരു ഇത് വരണത്. അല്ല, അതെന്താ വെച്ചാലേ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലെ ആളുകളാണല്ലോ കൂടുതൽ ഇവിടെ വന്ന് താമസിക്കും. ഇപ്പൊ തൃശ്ശൂരുള്ളവരും എറണാകുളത്തുള്ളവരും ഇവിടെ വന്ന് താമസിക്കും. അത് ശരി. നമ്മുടെ നാട്ടിലുള്ള ആളുകളെ നമ്മള്
നമുക്കറിയാം നമ്മുടെ ആളുകളെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ വില പറഞ്ഞ് വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചതും, പെട്ടെന്ന് നിങ്ങളിത് പറഞ്ഞപ്പോ റേറ്റ് വളരെ കുറവാണെന്നുള്ളത് കേട്ടപ്പോഴാണ് ഞാനതിൽ ചെയ്യാം. കാരണം നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, വിറ്റ് പോകണം. നമ്മൾ ചുമ്മാ റേറ്റ് കൂട്ടിയിട്ടിട്ട് കാര്യം നടന്നിട്ട് കാര്യമില്ലല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലായപ്പോ സംഭവം എളുപ്പമായി, വരുന്നവർക്ക് എളുപ്പമാണത്. പിന്നെ ഇതിന്റെ പേപ്പർ വർക്കുകൾ മുഴുവൻ കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടിരുന്നു. പിന്നെ അടുത്ത് എല്ലാം ക്ലിയർ, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. മേടിക്കുന്നവന് വന്ന് മേടിക്കുക, വീട് വെക്കുക. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രത്യേകത വെലങ്ങന്നൂർ സെന്റർ എന്തോരം ദൂരം ഉണ്ടെന്ന് നോക്കിയാൽ. ശരിയാ, പെട്ടെന്ന് എത്തും നമ്മളിവിടെ. 100-150 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസ്. റോഡിന്റെ സൈഡിൽ പോയിട്ട് ആരും വീട് വെക്കില്ല. അത് ശരിയാ. ഒരു 5 മിനിറ്റ് നടക്കുക, 2 മിനിറ്റ് നടക്കുക. വണ്ടികളുടെ സൗണ്ടും ഇല്ല, എന്നാ നമ്മൾ തൊട്ടടുത്തുമാണ്. പിന്നെ വളരെ നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ. അപ്പൊ മേടിക്കുന്നവന് അടിപൊളിയാണ്. നനയ്ക്കണോ വെള്ളപ്പോ എവിടെ എടുക്കണ വെള്ളം? കിണറ്റീന്ന് എടുക്കണ വെള്ളം. അടിപൊളി, കുഴപ്പമില്ല. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇല്ല പീച്ച് വെള്ളം വേണ്ട, അല്ലാണ്ട് തന്നെ ഉണ്ട് വെള്ളം അല്ലേ കിണറ്റില് എടുക്കണമെന്നല്ലേ? ഓക്കെ. ചേട്ടാ, അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ ഈ പ്ലോട്ടിന്റെ വെള്ളത്തിന്റെ കേസ് എങ്ങനെയാ? ഞാൻ എടുത്തു. അവര് കിണറ്റിന്ന് വെള്ളം എടുക്കണെന്ന് പറഞ്ഞു കേട്ടു. ഓക്കെ. ഇതിന്റെ നമ്മുടെ ഈ സൈഡ് വഴി മൊത്തം ടാറിംഗ് റോഡാണല്ലോ. ഓക്കെ. ഇതിന് കൊടുത്താണേ അതല്ലേ? ഇത് മൊത്തത്തിലുണ്ടല്ലോ, അവിടം വരെ ഉണ്ടല്ലോ, അറ്റം വരെ നമ്മുടെ. ഓക്കെ. കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. 2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് 1.25 ഏക്കറായി മാത്രം. 1.25 ഏക്കർ. വഴി വരട്ടെ. അത് തന്നെ. അപ്പൊ വെള്ളത്തിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല, കിണർ കുത്തി വെള്ളം കിട്ടുന്നുള്ള ഉറപ്പാണ്. കിണർ മെയിനായിട്ട് നോക്കുമ്പോ പൈപ്പ് ലൈൻ. പൈപ്പ് ലൈൻ ഉണ്ടാ? ഇവിടെ എല്ലാവർക്കും കിട്ടുന്നത് കേട്ടു. കുഴപ്പമില്ല. 24 അവർ വെള്ളത്തിന്റെ സൗകര്യമുണ്ട്. വെള്ളത്തിനോട് വിഷയമില്ല. അപ്പൊ അല്ല, ഇത്രയും റിയാലിറ്റി ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാനും ഇല്ല. നമ്മൾ തൊട്ടായാലൊക്കെ തന്നെയാണ് പിടിച്ചേണേ. ഇവിടെ തന്നെ കിണറുണ്ടായിരുന്നതാ. ഞാനിപ്പോ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു പ്ലോട്ട് ഇതിൽ വന്നപ്പോ അവിടെ നിന്ന് മൂടിയതാ, റോഡിന്റെ സൈഡിൽ വന്നപ്പോഴേ. ഓക്കെ. വെള്ളത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഒരു വിഷയമില്ല. അല്ല, ഞാൻ നേരത്തെ ചോദിക്കാനും വിട്ടുപോവുകയും ചെയ്തു. കുഴപ്പമില്ല. നമുക്കപ്പോ വെള്ളത്തിന്റെ കേസ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റിയല്ലോ. പിന്നെ ഇതിന്റെ കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ കണ്ട് പ്രോപ്പർട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രോപ്പർട്ടിയിൽ നിന്നും വെലങ്ങന്നൂർ സെന്ററിലേക്കുള്ള 2ാമത്തെ വഴിയിലൂടെയാണ്. 2 വഴിയും നല്ല വീതിയുള്ള ടാറിംഗ് റോഡാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ജിബിൻ ബാബു.